ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ഹുണ്ടായി i10 ആണ്. അപ്പോൾ ഇതിന് എൻജിൻ ഓയിൽ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ലീക്കെന്ന് ആദ്യം നോക്കാം. അപ്പോൾ എൻജിൻ റൂമിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലീക്ക് സർവീസിന് വന്ന വണ്ടിയാണ്. ഇതിൻ്റെ ലീക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗത്ത് നല്ല ലീക്കാണ്. ഇത് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഓയിൽ നല്ല രീതിയിൽ സ്പ്ലഡായിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് പ്ലഗ് ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പ്ലഗിനകത്തൊക്കെ നല്ല രീതിയിൽ ഓയിൽ വന്നാൽ പ്ലഗ് ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈലൻസറിൻ്റെ ഭാഗത്തോട്ട് ഓയിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുക വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ സൈഡ് മുതൽ ഇങ്ങോട്ട് നല്ല ഓയിൽ ലീക്കാണ്. ഫുള്ളായിട്ട് ഓയിൽ ലീക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വാൽവ് കവർ പാക്കിങ് പോയതാണ്. ഈ ഓയിൽ ലീക്കൊക്കെ നല്ല രീതിയിൽ ഓയിൽ താഴോട്ട് വലിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാൽവ് കവർ പാക്കിംഗ് ആണ് ലീക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാൽവ് കവർ പാക്കിംഗ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ നല്ല രീതിയിൽ ലീക്ക് അയക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാൽവ് കവർ പാക്കിംഗ് മാറേണ്ട. അപ്പോൾ വാൽവ് കവർ പാക്കിംഗ് മാറാനായിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ബോഡി അയക്കണം. ബോഡി അയക്കാനായിട്ട് ഇവിടെ ഒരു ബോൾട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ബോൾട്ടുണ്ട്, ഇതിനുള്ളിലായിട്ട് ഒരു ബോൾട്ടുണ്ട്. ഈ കാണുന്ന ബോൾട്ട് ഓൾറെഡി അത് കട്ടായിരിക്കുകയാണ്. പിന്നെ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഇങ്ങോട്ട് പോകുന്ന ഹോസ് അഴിച്ചു വിടണം. ഈ ഒരു ഹോസ് അഴിക്കേണ്ടതായിട്ടുണ്ട്. അഴിച്ചെടുത്തിട്ട് നമുക്ക് ആദ്യം എയർ ഫിൽറ്ററിൻ്റെ ബോഡി വെളിയിലെടുക്കാം. ബോൾട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ ടൈപ്പ് നീളമുള്ള ബോൾട്ടാണ് വരുന്നത്, വിത്ത് വലിയ വാഷറുള്ളതാണ്. അപ്പോൾ അഴിക്കുമ്പോഴും ഫിറ്റ് ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. ബോൾട്ട് അഴിച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു സ്ലീവ് ഉണ്ട്. ഈ സ്ലീവ് പോവാതെ നോക്കണം. കാരണം സ്ലീവ് പോയി കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റബ്ബർ മാത്രം ടൈറ്റ് ആവും, റബ്ബർ ബൾജായി പോകും, കറക്റ്റായിട്ട് ടൈറ്റ് ആവില്ല. അപ്പോൾ ഈ സ്ലീവ്, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്ലീവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഈ ബോൾട്ട് നമുക്ക് ഓൾറെഡി ഇതിൽ നിന്ന് റബ്ബർ വിട്ടുപോയിട്ടിരിക്കുന്നത്. അവിടെ നമുക്ക് വലിയൊരു വാഷറും റബ്ബറും കൊടുത്തിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടതായിട്ടാണ്. നമ്മളിപ്പോൾ ഈ ഹോസ് അഴിച്ചു വിട്ടു, അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഈ ഹോസും അഴിച്ചു വിട്ടിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ബോഡി പുറത്തെടുക്കാം. ഇപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ബോഡി അഴിച്ച് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാൽവ് ഡോറാണ് അഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഹോസിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. പ്ലെയർ ഉപയോഗിച്ച് ക്ലിപ്പ് നീക്കി കഴിഞ്ഞാൽ ഈ ഹോസിൻ്റെ കണക്ഷൻ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ഒരു ബോൾട്ട് ഇവിടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബോൾട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു ബോൾട്ട് 10 വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ബോൾട്ട് ഇതിനുള്ളിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് യൂണിവേഴ്സൽ, ചെറിയ യൂണിവേഴ്സലും എക്സ്റ്റൻഷനും ഉപയോഗിച്ച് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഒരു ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 ബോൾട്ട് ഇവിടെ വരുന്നു, 2 ബോൾട്ട് ഇവിടെ വരുന്നു, 2 ബോൾട്ട് ഇവിടെ വരുന്നു, മൊത്തം 6 ബോൾട്ട്. അത് കൂടാതെ തന്നെ ഈ ടൈമിംഗ് കവർ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ബോൾട്ട് അഴിച്ചെടുക്കണം. അത് വാൽവ് കവറിലോട്ടാണ് പോയിരിക്കുന്നത്, ഈ ഭാഗത്തോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോൾട്ട് അഴിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ബോൾട്ടും അഴിച്ചെടുക്കണം. അപ്പോൾ 2, 4, 6, 8 ബോൾട്ട് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഹോസ് നമ്മൾ ഓൾറെഡി എയർ ഫിൽറ്ററിൽ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് അഴിച്ചു വേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഹോസ് മാത്രം അഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയും ബോൾട്ട് അഴിച്ചെടുത്തിട്ട് 10 ബോൾട്ടാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഇത്രയും ബോൾട്ട് അഴിച്ചെടുത്തിട്ട് നമുക്ക് വാൽവ് ഡോറ് വെളിയിലെടുക്കാം. ലീക്ക് നല്ലതുപോലെ കാണാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ലീക്കാണ്. ഭാഗത്തു നിന്നാണ് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബോൾട്ട് ഓൾറെഡി ഇതിൻ്റെ വാഷർ പോയതാണ്. നമുക്ക് എക്സ്ട്രാ ഒരു വാഷർ എയർ ഫിൽറ്ററിൻ്റെ ബോഡി ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വാൽവ് കവർ അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വാൽവ് കവർ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഓയിലായിരുന്നു. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചാണ് ഈ ഭാഗങ്ങളൊക്കെ. അഴിച്ചെടുക്കാൻ സിമ്പിൾ തന്നെയാണ്. ജസ്റ്റ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാൽവ് കവർ സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയാണ് 2 ബോൾട്ട് വരുന്നത്. ഇവിടെ വരുന്ന 2 ബോൾട്ടിന് വ്യത്യാസമുണ്ട്. അപ്പോൾ കാണിക്കാം. ഇവിടെ 2, ഇവിടെ 2, അതുപോലെ തന്നെ ഇവിടെ 2. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാൽവ് കവറിൻ്റെ അവസ്ഥയൊന്ന് നോക്കാം. വാൽവ് കവർ വരുന്നത്, അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വാൽവ് കവർ പാക്കിംഗ് ആണ് നമുക്ക് ഇതിങ്ങെടുത്ത് മാറേണ്ടത്. അപ്പോൾ ഇതുവഴിയാണ് ഓയിൽ വെളിയിലോട്ട് പോയിട്ട് ഈ ഭാഗത്തുകൂടെ കലിച്ച് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്കിത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വാൽവ് കവർ പാക്കിങ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. വാൽവ് കവർ പാക്കിങ് നല്ല ഹാർഡായിട്ടിരിക്കുന്നത്. അതായത് കുറേ കാലമായിട്ട് വാൽവ് കവർ പാക്കിങ് മാറാതെ വരുമ്പോൾ ഇത് ഹാർഡായിട്ടാണ് നമുക്ക് ഓയിൽ ലീക്ക് ആവുന്നത്. അതായത് ഈ റബ്ബറിൻ്റെ എൻജിൻ ചൂടാവുന്ന സമയത്ത് നമ്മളിത് കറക്റ്റ് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക്
ഇതിൻ്റെ റബ്ബർ ഹാർഡായിട്ട് മാറും. ഹാർഡായിട്ട് മാറുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു ബൾജിങ് അവസ്ഥ അങ്ങ് മാറി കഴിയുമ്പോൾ ഇത് ഹാർഡാവും. ഹാർഡായി കഴിയുമ്പോഴാണ് ഈ ഓയിൽ ലീക്ക് വരാനുള്ള ചാൻസ്. ഈ വാൽവ് പാക്കിങ് ഏറ്റവും കൂടുതൽ ലീക്ക് വരുന്നത്, ഇങ്ങനെയുള്ള റബ്ബർ പാക്കിങ് വരുന്നത് ഹാർഡായിട്ടാണ് ലീക്ക് വരുന്നത്. കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റബ്ബറിൻ്റെ ക്വാളിറ്റി പോയിട്ട് ഇത് ഹാർഡാവും. ഹാർഡായിട്ട് ഈ ഭാഗത്തിൽ കൂടെ ഓയിൽ വെളിയിലോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ വാൽവ് പാക്കിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ബോൾട്ട് വരുന്നത് ഈ 2 ബോൾട്ടാണ് വ്യത്യാസമുള്ള ബോൾട്ട്. ഇത് ഫുൾ ത്രെഡ് ബോൾട്ടാണ് വരുന്നത്. ഇതാണ് ടൈമിംഗ് കവറിൽ വരുന്ന, ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വരുന്ന ബോൾട്ട് വരുന്നത്. ബാക്കിയുള്ള 6 ബോൾട്ട് വരുന്നുണ്ട്. 6 ബോൾട്ട് എല്ലാം സെയിം ബോൾട്ട് തന്നെയാണ്. ഇതിന് ഫുൾ ത്രെഡ് വരുന്നില്ല. എല്ലാം ഒരേ സെയിം ബോൾട്ട് തന്നെയാണ് വരുന്നത്. അതായത് ഈ ഭാഗത്ത് വരുന്ന ബോൾട്ട്. നമ്മളിപ്പോൾ ഈ ബോൾട്ട് പറഞ്ഞത് ടൈമിംഗ് കവറിൻ്റെ ഭാഗത്ത് വരുന്ന 2 ബോൾട്ടാണ്. ഇതിന് നീളക്കുറവായിരിക്കും, ഫുൾ ത്രെഡ് ബോൾട്ടും ആയിരിക്കും വരുന്നത്. അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടരുത്. ഇതിൻ്റെ വാൽവ് കവർ ഫുള്ളായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. സൈഡിലുള്ള ഓയിലും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൂവിലുള്ള ഗമ്മും കാര്യങ്ങളും എല്ലാം, അഴുക്കും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടാണ്. ഇനി നമുക്ക് പുതിയ വാൽവ് കവർ ഇതാണ് വരുന്നത്. വാൽവ് കവർ പാക്കിംഗ് ഇതാണ് വരുന്നത്. നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാനായിട്ട് സിമ്പിൾ തന്നെയാണ്. ഈ ഗ്രൂ കറക്റ്റായിട്ട് തന്നെ ഇതിൽ കയറ്റിയിടുക. ആ ബോൾട്ടിൻ്റെ ഹോളിൽ കറക്റ്റായിട്ട് തന്നെ കയറ്റിയിടുക. ഇതിനുള്ളിൽ ഗമ്മൊന്നും തൂക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇതിന് തള്ളൽ കൂടുതലുള്ളത് കൊണ്ട് ഒരിക്കലും ലീക്ക് ആവില്ല. വാൽവ് പാക്കിങ്ങിന് ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ ലീക്ക് ആവുള്ളൂ. അപ്പോൾ ഇതിൽ ഗമ്മോ കാര്യങ്ങളോ ഒന്നും തേക്കേണ്ട ആവശ്യം വരുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് വേണമെങ്കിൽ ലൈറ്റായിട്ട് വേണമെങ്കിൽ ഗമ്മ് തേക്കാം. അതിൻ്റെ ശരിക്കും ആവശ്യം വരുന്നില്ല. പുറത്ത് നമുക്ക് ലൈറ്റായിട്ട് ഒരു ചെറിയ രീതിയിൽ ബോണ്ടൊന്ന് തേച്ച് വിടാം. ഇത് കറക്റ്റായിട്ട് തന്നെ ഇതിനുള്ളിലായിട്ട് ഇറക്കിയിടുക. നമ്മളിപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലൈറ്റായിട്ട് ഗമ്മൊന്ന് തേക്കാം. ബോണ്ട് ലൈറ്റായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. ഈ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ച് ഗമ്മിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത് പഴയ വണ്ടി ആയതുകൊണ്ട്, കാരണം ചിലപ്പോൾ നേരത്തെ വാൽവ് കവർ പാക്കിങ് മാറിയിട്ടുണ്ടാകും. അപ്പോൾ മൈനസിൻ്റെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ചെറിയതായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗമ്മ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മൾ ഓൾറെഡി വാൽവ് കവർ പാക്കിങ്ങിൽ ഗമ്മ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് കയറ്റി വെക്കാനായിട്ട് കറക്റ്റായിട്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കയറ്റി വെക്കാനായിട്ട് സാധിക്കും. ആദ്യം ഈ ഭാഗം അകത്തോട്ട് കയറ്റി വെക്കുക. കറക്റ്റായിട്ട് ഹോളിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് വെക്കുക. ബോൾട്ട് ഇടുക. ആദ്യം നമുക്ക് ഈ ബോൾട്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ക്രോസ് ബോൾട്ട് ഇടുക. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള ബോൾട്ടുകളൊക്കെ അലൈൻ ആവുന്നതായിരിക്കും. ഫസ്റ്റ് ഇവിടെ ബോൾട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ബോൾട്ട് ഇടുക. അപ്പോൾ ബാക്കിയുള്ള ബോൾട്ടുകളെല്ലാം കറക്റ്റ് അലൈനിൽ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ബോൾട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ബോൾട്ടുകളെല്ലാം ഇടണം. അതുപോലെ തന്നെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ് കൊടുക്കാനുണ്ട്. ബോൾട്ടെല്ലാം ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം 10-ൻ്റേതായിട്ടുള്ള ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്യരുത്. ബോൾട്ട് പൊട്ടിപ്പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 10-ൻ്റേതായിട്ടുള്ള ടൈറ്റ് ചെയ്യുക. 10-ൻ്റെ സൈസിൻ്റെ ബോൾട്ടിൻ്റെ അതേ ടൈറ്റ് തന്നെ ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ചുറ്റുബോൾട്ടുകളെല്ലാം മുറുക്കാം. ഇതിൻ്റെ 8 ബോൾട്ടും ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടൈമിംഗ് കവറിൽ വരുന്ന ബോൾട്ട്, ഈ കാണുന്ന 6 ബോൾട്ട്, അതുപോലെ തന്നെ ഈ എയർ ഹോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ബോഡി നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. ഇവിടെ ഒരു ബോൾട്ട് വരുന്നത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബോൾട്ടും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അതിൻ്റെ വാഷർ മാത്രമല്ലായിരുന്നു, എൻ്റെ റബ്ബർ പോയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ റബ്ബർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് ഇളക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരത്തെ ഇത് കിടന്ന് ഇളകുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ ആ റബ്ബർ കട്ടായി പോയതായിരുന്നു നേരത്തെ. വാഷർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ വാഷർ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോസ് ക്ലിപ്പ് മുറുക്കിയിട്ടുണ്ട്. ഇവിടെ എയർ ഹോസ് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കുറച്ച് നേരം ഇട്ടിട്ട് കറക്റ്റ് ലീക്ക് വരുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം.
ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഒരു 10 മിനിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് ലീക്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യും. ഓഫ് ചെയ്തോ. അപ്പോൾ നമ്മൾ Hyundai i10ൻ്റെ വാൾവ് പാക്കിങ് മാറുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഓയിൽ. ഇനി ഇത് വണ്ടി സർവീസിന് കൊടുത്തിട്ട് ബാക്കിയുള്ള ഓയിലെല്ലാം കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. കാരണം വേറെ എവിടെയെങ്കിലും ലീക്ക് വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വാൾവ് പാക്കിങ് കാര്യം നമ്മൾ കണ്ടതാണ്. വാൾവ് പാക്കിൻ്റെ അവിടുന്ന് ലീക്ക് താഴോട്ട് വരുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ലീക്ക് കൺഫേം ചെയ്യുക. അപ്പോൾ Hyundai i10ൻ്റെ വാൾവ് പാക്കിംഗ് എങ്ങനെയാണെന്ന് മാറുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.